സാധാരണ വെള്ളിയാഴ്ചകളിലാണ് ലഞ്ച് ഇതുപോലെ കുറച്ച് ഹെവി ആയിട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ ഈ ആഴ്ചത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ചിക്കൻ കപ്സ് ആയിരുന്നു. വറുത്ത് പൊടിച്ചതും അല്ലാത്തതുമായ മസാലകളൊക്കെ ചേർത്ത് ചിക്കൻ മാരിനേറ്റ് ചെയ്യലാണ് ആദ്യത്തെ സ്റ്റെപ്പ്. മാരിനേറ്റ് ചെയ്യാൻ ഏകദേശം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെക്കാം. മാരിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ചിക്കന് കുറച്ച് കളർ കിട്ടാൻ റെഡ് ഫുഡ് കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മസാലകളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സവാള, ക്യാപ്സിക്കം, വെളുത്തുള്ളി, പച്ചമുളക് ഇതിൻ്റെയൊക്കെ ഫ്ലേവർ റൈസിൽ വന്നു കഴിഞ്ഞാൽ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ചോറ് കുക്കാവുന്ന സമയത്ത് നമുക്കിതാ ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ലാസ്റ്റ് കപ്സ് കഴിക്കുമ്പോൾ നിർബന്ധമായിട്ട് കഴിക്കേണ്ട ടൊമാറ്റോ ചട്നിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. ചോറിൻ്റെ മുകളിൽ ചിക്കൻ ഇതുപോലെ നിരത്തി വെച്ച് ചാർക്കോൾ സ്മോക്ക് ചെയ്ത് ഒരു 10 മിനിറ്റ് ദം ചെയ്തെടുത്ത്